നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിപ്പോർട്ടർ ചാനൽ അവതാരക സുജയ പാർവതിക്കെതിരെ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. ചാനൽ പരിപാടിക്കിടെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുകയും പൊതുസമൂഹത്തിന് മുൻപിൽ മോശക്കാരായി ചിത്രീകരിച്ചതിനുമാണ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ചൊവ്വാഴ്ച രാവിലെ 10:30 നേരിട്ടെത്തി പി ദിവ്യ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. ചാനൽ പരിപാടിക്ക് റീച്ച് കൂടുന്നതായി ബോധപൂർവം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുക എന്ന പ്രവണത ദൃശ്യമാധ്യമങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ് എന്നും ഇതിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നും പി ദിവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച റീൽസിലൂടെ പറഞ്ഞു. നീതിക്കായുള്ള തന്റെ പോരാട്ടത്തിൽ പൊതുജനങ്ങൾ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദിവ്യ പറഞ്ഞു. ഇതിനിടെ തനിക്കെതിരെയുള്ള അവഹേളനങ്ങളിൽ പ്രതികരിക്കാൻ സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും ദിവ്യ ഒരുങ്ങുന്നുണ്ട്. തളിപ്പറമ്പിൽ നടന്ന CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ CPM ഇരളാവ് ബ്രാഞ്ച് അംഗമാണ് ദിവ്യ. കണ്ണൂർ ADM നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ പി ദിവ്യ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് 1-ാം പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്ന് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴാണ് സുജയ പാർവതി അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയത് എന്നാണ് പരാതി. 4 മാസം മുൻപ് സംരക്ഷണം ചെയ്ത പരിപാടിക്കിടെ കൊന്നാലുള്ള പാവം തിന്നാൽ തീരുമോ ദിവ്യ എന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കണ്ണീർ കാണാൻ കഴിയാത്ത ദിവ്യ ഒരു സ്ത്രീയാണോ എന്നും സുജയ പാർവതി ചോദിച്ചിരുന്നു. ദിവ്യയെ പാർട്ടി നേതൃത്വത്തിലും ഭരണരംഗത്തും പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് ആരെന്ന് എല്ലാവർക്കും അറിയാമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് സുജയ പാർവതി പരാമർശം ഉന്നയിച്ചിരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട്, ഡോക്ടർ അരുൺകുമാർ എന്നിവരെ മീറ്റ് ദ എഡിറ്റർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തങ്ങളുടെ പരിപാടിക്ക് റീച്ച് കൂട്ടാൻ കോലം തുള്ളുകയാണ് ചില അവതാരകരെന്നും ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താനാണ് താൻ നിയമയുദ്ധം തുടങ്ങിയത് എന്നും ദിവ്യ തന്റെ ഫേസ്ബുക്ക് പേജിലും പ്രതികരിച്ചു.